നടന്ന നമ്മുടെ നീറ്റ് 2024 എക്സാം അല്ലെ അടിപൊളിയായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയൊക്കെ ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഇനി എന്താണെങ്കിലും അല്ലേ, നമ്മൾ ഇത്രയും കാലത്തെ നമ്മുടെ പരിശ്രമമാണ്, നമ്മുടെ ഹാർഡ് വർക്കാണ്. അപ്പോൾ എത്രയോ കാലത്ത് നമ്മുടെ ഉറക്കമൊഴിച്ചൊക്കെ നമ്മളിരുന്ന് പഠിച്ച് അവസാനം നമ്മൾ അതിൻ്റെ എൻഡിലെത്തിയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഇനി മാർക്കൊക്കെ എത്രയാണ് എങ്ങനെയാണെന്ന് അതൊക്കെ ആലോചിച്ച് ആകെ കൂടെ ടെൻഷനൊന്നും ആവണ്ട. എല്ലാവരും നന്നായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ നല്ല മാർക്ക് തന്നെ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കെമിസ്ട്രിയുടെ ഒരു അനാലിസിസും ആയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കെമിസ്ട്രി എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളിയായിരുന്നോ? അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഫിസിക്കൽ കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, ഇൻഓർഗാനിക് കെമിസ്ട്രി അല്ലേ, അപ്പോൾ ഈ 3 സെക്ഷൻസിലുമായിട്ട് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു? ഈസി ആയിരുന്നു, ഡിഫിക്കൽട്ട് ആയിരുന്നു അല്ലേ? ഈ കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ നമ്മളൊന്ന് നോക്കാനായിട്ട് പോവാണ് അല്ലേ മിസ്? അതെ അതെ. പൊതുവെ കെമിസ്ട്രി ഒരല്പം മോഡറേറ്റ് ലെവൽ ആയിട്ടാണ് തോന്നിയിട്ടുള്ളതെന്നാണ് പലരുടെയും റെസ്പോൺസ്. കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നത് ടു ഈസി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു മോഡറേറ്റ് ലെവൽ എക്സാം ആയിരുന്നു. പേപ്പർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പേപ്പർ ആയിരുന്നു. പിന്നെ ഏറ്റവും വലിയൊരു ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ NCERT സിലബസ് ഫുള്ളി കവർ ചെയ്യുന്ന രീതിയിൽ ഔട്ട് ഓഫ് സിലബസ് ഒരു ക്വസ്റ്റ്യൻ പോലും വന്നിട്ടില്ല. മക്കൾക്ക് എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടുള്ള ഒരു റീസൺ ഔട്ട് ഓഫ് സിലബസ് ടോപ്പിക് ഒന്നും തന്നെ വന്നിട്ടില്ല. നമ്മുടെ NCERT നല്ല അരച്ച് കലക്കി കുടിച്ചിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നമ്മുടെ കെമിസ്ട്രി അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഓരോ അനാലിസിസ് നമുക്ക് നോക്കാം, ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് മൊത്തത്തിൽ നമ്മുടെ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്? 52% ഒരു ആവറേജ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 22% ഒരു ഈസി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഒരു 26% ഡിഫിക്കൽട്ട് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, എന്നാലും അത്യാവശ്യം ആവറേജ് ലെവലിലുള്ള അല്ലേ, മോഡറേറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഡിഫിക്കൽട്ട് ലെവൽ വന്നിട്ടുള്ളത് ഫിസിക്കൽ കെമിസ്ട്രി എന്നാണ്. ഫിസിക്കൽ കെമിസ്ട്രി അതുപോലെ തന്നെ സെക്ഷൻ ബി എന്നായിരിക്കും മക്കൾക്ക് കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു. പക്ഷെ നിങ്ങൾക്ക് അപ്പോഴും ഒരു ഓപ്ഷൻ ഉണ്ടല്ലേ, നമുക്ക് ടോട്ടൽ 45 ക്വസ്റ്റ്യൻസ് ആണല്ലോ. അപ്പൊ സെക്ഷൻ എയിൽ ഏകദേശം 35 നമ്മൾ ചെയ്യുന്നു. അതുപോലെ സെക്ഷൻ ബിയിൽ നിങ്ങൾക്ക് ഇനി 10 ആണല്ലോ. അപ്പൊ അതിനകത്ത് ഒരു 4% ഡിഫിക്കൽട്ടി പോയാൽ പോലും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് മക്കൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ലെവൽ. അപ്പൊ ഈ 26% ഡിഫിക്കൽട്ടി ലെവല് സെക്ഷൻ ബിയും കൂടെ ഉൾപ്പെടുന്ന ഒരു പാർട്ടാണ്. സോ ഐ തിങ്ക് ഇൻ ജനറൽ പൊതുവെ ഈസി ആയിട്ട് തന്നെയായിട്ട് വന്നിട്ടുള്ളത്. ആൻഡ് ഓവറോൾ നോക്കുമ്പോഴാണ് ഒരു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യനിലോട്ട് പോയിട്ടുള്ളത് അല്ലേ? അതെ, ഫിസിക്കൽ കെമിസ്ട്രി തന്നെയാണെങ്കിൽ നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സ് എന്നൊക്കെയാണ് കുറച്ച് ഒരു കാൽക്കുലേഷൻ പാർട്ട് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നു. വെയിറ്റേജ് കൂടുതൽ ഫിസിക്കൽ കെമിസ്ട്രിക്ക് ഇത്തവണ കമ്പയർ ടു ലാസ്റ്റ് വന്നിട്ടുണ്ട്. അതെ, അപ്പൊ നമുക്ക് ഓരോ സെക്ഷൻസ് ആയിട്ട് നോക്കാം മിസ്. സോ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇനോർഗാനിക് കെമിസ്ട്രിയുടെ ഒരു ടോപ്പിക് വൈസ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. സോ പീരിയോഡിക് പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ ഒരു ഈസി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് 2 ക്വസ്റ്റ്യൻസ് ഈസി ലെവലുണ്ട്. പിന്നെ മീഡിയം ഡിഫിക്കൽട്ട് ഒന്നും ഇല്ല, ഈസി ലെവലിൽ 2 ക്വസ്റ്റ്യൻസും ഈസി തന്നെയായിരുന്നു. പിന്നെ കെമിക്കൽ ബോണ്ടിങ് ആണെങ്കിലും അതെ 3 ഈസി ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിട്ടുള്ളത്. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ അല്ലേ, കെമിക്കൽ ബോണ്ടിങ് നമുക്കറിയാം ഒരു വലിയൊരു ചാപ്റ്ററാണ്, പക്ഷേ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും അതൊന്നും വന്നിട്ടില്ല. പിന്നെ നമ്മുടെ ഹൈഡ്രജൻ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ് നമുക്കറിയാം ആ ഒരു ഭാഗയെ നമുക്ക് പഠിക്കാനില്ല, അത് ഒമിറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരുന്നു ചോദ്യങ്ങളൊന്നും ഇല്ല. പിന്നെ കോർഡിനേഷൻ കെമിസ്ട്രി ആണ്. സോ കോർഡിനേഷൻ കെമിസ്ട്രി നല്ല ധാരാളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. 4 ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ട്. ഈസി ലെവലിലെ ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ ബ്ലോക്ക് കെമിസ്ട്രി ആണ് അല്ലെ, നമ്മുടെ SPDF ബ്ലോക്ക് കെമിസ്ട്രി. ബ്ലോക്ക് കെമിസ്ട്രി 5 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഈസി ആയിട്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. പിന്നെ മെറ്റലർജി നോക്കുകയാണെങ്കിൽ അത് ഈസി ടൈപ്പ് ഒരു ചോദ്യമാണ് മെറ്റലർജിയിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ പൊതുവേ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഭാഗമൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അധികം ഇല്ല അല്ലെ, അപ്പൊ നമുക്ക് ആശ്വസിക്കാനുള്ള വകയും ഒരു ഭാഗത്ത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഈസിയാണ്. ഇനി ഇപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഈസി ക്വസ്റ്റ്യൻസ് 15 ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ടുണ്ട്. അതേപോലെ ഈ അടുത്ത സെക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ +1 +2 വെച്ച് നോക്കുകയാണെങ്കിൽ +1 എത്രയാണ് വന്നിട്ടുള്ളത് മിസ്? ഇവിടെ ഏകദേശം +1 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 29% ആണ് വെയിറ്റേജ് വരുന്നത് അല്ലേ. ബാക്കി 71% നമ്മുടെ 12th ക്ലാസ്സിലെ ടോപ്പിക്സാണ് വന്നിട്ടുള്ളത്. അപ്പം ശരിക്കും പറഞ്ഞാൽ 12th ഒരു പടി മുകളിൽ തന്നെയാണ് നിൽക്കുന്നത് എന്ന് കരുതി +1 ഒട്ടും മോശമൊന്നുമല്ല.
ശരിക്കും നമ്മൾ പറയാ ഇങ്ങനെയാണ്, റീസെൻ്റ്ലി നമ്മുടെ ഇമ്മീഡിയറ്റ് മെമ്മറിയിലോട്ട് വരുന്ന കാര്യങ്ങളാണ് പ്ലസ് ടുവിൽ കിടക്കുന്നത് അല്ലേ. അതേസമയം ഒന്നുകൂടെ നമുക്കൊന്ന് റിവൈസ് ചെയ്യേണ്ട ഒരു ഭാഗമാണ് ഈ കാണുന്ന +1 ടോപ്പിക്സ് എന്ന് പറയുന്നത്. പക്ഷേ വെയിറ്റേജ് താരതമ്യേന കമ്പയർ ടു ലാസ്റ്റ് ഇയർ ഒരല്പം കൂടുതൽ തന്നെയാണ്. അതിൽ തന്നെ നമ്മുടെ 12th വെയിറ്റേജ് ആണ് ഇപ്പം കൂടി നിൽക്കുന്നത്. അതെ, 71% ആണ് നിൽക്കുന്നത്. അതെ, അപ്പൊ ഇനി എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കുറച്ചുകൂടെ ഈസിയാണ്. റീസെന്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പം റിപ്പീറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് സ്കൂളിലെ റിപ്പീറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. ബിക്കോസ് 71% നിങ്ങളുടെ 12th ടോപ്പിക്സ് ആണ് കവർ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഇനോർഗാനിക് കെമിസ്ട്രി ഒരുവിധം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് അല്ലെ. ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും ഇല്ല. ഇനോർഗാനിക്കിന്റെ വെയിറ്റേജ് അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ഇത്തവണ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഒത്തിരി ടോപ്പിക്സ് നമുക്ക് ഒമിറ്റഡ് ആയിരുന്നു. പക്ഷെ മക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിയത്തില്ല, അതിനകത്ത് ഇനോർഗാനിക്കിന്റെ വെയിറ്റേജ് ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ നിലനിർത്തിയിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് ഓർഗാനിക് കെമിസ്ട്രിയുടെ കാര്യത്തിലേക്ക് പോവാം. ഓർഗാനിക് കെമിസ്ട്രിയുടെ ടോപ്പിക്സുകൾ നോമൻക്ലേച്ചർ നമുക്കറിയാം മക്കളെ, വളരെ ഈസി ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ക്ലിയർ ആയിട്ട്. ഈസി ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിലോട്ട് വരുമ്പം നിങ്ങൾ നോക്കിയ മക്കളെ, മീഡിയം ഡിഫിക്കൽട്ടിൽ ഒന്നും പോയിട്ടില്ല. ഒരു ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ഈസി ലെവലിലാണ് കിടക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ എൻവയോൺമെന്റൽ കെമിസ്ട്രി നമുക്ക് അറിയാലോ, ആ ടോപ്പിക് തന്നെ ഇല്ല, അത് ഒമിറ്റഡാ. അപ്പൊ പിന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഹൈഡ്രോ കാർബൺസ് അത്യാവശ്യം വെയിറ്റേജ് കൂടിയ ടോപ്പിക്സ് ആണ്. അതിൽ നിന്നെല്ലാം ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഹൈഡ്രോ കാർബണിൽ പരമാവധി ചോദിച്ചിട്ടുള്ള 3 ക്വസ്റ്റ്യൻസിൽ 2 മീഡിയം ലെവലാണ്. എന്നാൽ ഒട്ടും ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയാനില്ല. പിന്നെ മക്കൾക്ക് അറിയാം, കഴിഞ്ഞ വർഷത്തെ ഓർഗാനിക് കെമിസ്ട്രീനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ലെവൽ അത് തന്നെയാണ്, ഈ വർഷം ലെവൽ അത് തന്നെയാണ്. പക്ഷെ എല്ലാം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാണ്. കാരണം എല്ലാം NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിട്ടുള്ളത്. പ്യൂരിഫിക്കേഷൻ ഇതിന്റെ കൂടെ തന്നെ വരുന്നതാണ്. അതിൽ നിന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ശരിക്കും നമ്മുടെ ആദ്യത്തെ ടോപ്പിക്കിൽ നമുക്ക് 3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അല്ലേ. വളരെ ഈസി ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ തന്നെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ആൽക്കൈൽ, അതായത് ഹാലോ ആൽക്കൈൻസ് അല്ലെ, ഹാലോ ആൽക്കൈൻസ് ആൻഡ് അറീൻസിലോട്ട് വരുമ്പോഴത്തേനും ദേ മക്കളെ നോക്ക് നിങ്ങൾ 2 ക്വസ്റ്റ്യൻസ്. അതെ, ഈസിയും മീഡിയം വന്നിട്ടുണ്ട്. ടോട്ടൽ 3 ക്വസ്റ്റ്യൻസ്. പിന്നെ ആരോമാറ്റിക് കോമ്പൗണ്ട്സിന്റെ ഭാഗത്തുനിന്ന് 0 ക്വസ്റ്റ്യൻസ് ആണ്. ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. ഇനി ഇതിന്റെ ബാക്കി വരുന്ന നമ്മൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഇയർ ടോപ്പിക്സ്, അതായത് ആൽക്കഹോൾസ്, ഫീനോൾസ് ആൻഡ് ഈതേഴ്സ് നോക്ക് നിങ്ങൾ. ഇതിനകത്ത് 2 ടോട്ടൽ ക്വസ്റ്റ്യൻസിനകത്ത് ഒരെണ്ണം ഈസിയും ഒരെണ്ണം മീഡിയം ലെവലോ ആണ്. അതുപോലെ തന്നെ കാർബണിൽ കോമ്പൗണ്ട്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ഒരൊറ്റ ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അതെ, ഭാഗമാണ്. നിങ്ങൾ അധികം കുഴപ്പിച്ചിട്ടില്ല, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു വന്നിട്ടുള്ളൂ. പിന്നെ ബയോമോളിക്യൂൾസ് വളരെ ഈസി ആയിട്ടുള്ള ഏറ്റവും ലോ വെയിറ്റേജ് ടോപ്പിക് ആണ് അല്ലേ. അതിൽ നിന്ന് ഒരൊറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ. അതെ, അത് ഒത്തിരി ഈസി ആക്കേണ്ടതില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുള്ളത് അല്ലേ. പിന്നെ പോളിമർ നോക്കേണ്ട അല്ലെ, പോളിമർ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ NCC, നമ്മുടെ നൈട്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ്, നൈട്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈസി ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത, ഓർഗാനിക്കിൽ നമുക്ക് ഇത്തവണ അധികം നെയിം റിയാക്ഷനുകൾ ഇല്ല. പക്ഷെ നെയിം റിയാക്ഷൻസ് ആയിരിക്കും നിങ്ങൾ കൂടുതലും പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. പക്ഷെ നെയിം റിയാക്ഷൻസ് ആയിട്ട് ഇല്ല, കൂടുതലും കൺവേർഷൻസ് ആ വന്നിട്ടുള്ളത്. അത് ഡയറക്റ്റ് NCERT ബേസ്ഡ് കൺവേർഷൻ റിയാക്ഷൻസ് ആണ് നിങ്ങൾ കൂടുതലും കണ്ടിട്ടുണ്ടാവുക. അതെ, ഈസി ലെവൽ, മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് നമ്മുടെ വന്നിട്ടുള്ളത് ഏതാണ്? യെസ്, ഇപ്പൊ ഇതിന്റെ ഒരു ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു ഓവറോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ 12th നിന്നുള്ള ഒരു 55% നമ്മുടെ 12th സ്റ്റാൻഡേർഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് +1 ഒരു 45% +1 കട്ടയ്ക്ക് നിൽക്കുക. ഓക്കെ, മറ്റേ ഇനോർഗാനിക് പോലെയല്ല, ഇതിൽ രണ്ടും ഏറെക്കുറെ ഒരേപോലെയാണ്, ഈക്വൽ വെയിറ്റേജിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഏത് നോക്കാം? നമ്മുടെ ഫിസിക്കൽ കെമിസ്ട്രി നോക്കാം. സോ ഫിസിക്കൽ കെമിസ്ട്രിയിൽ വരികയാണെങ്കിൽ മക്കളെ, ഞാൻ നോക്കിക്കേ, ഫിസിക്കൽ കെമിസ്ട്രിയിൽ നമ്മുടെ മോൾ കോൺസെപ്റ്റ് അല്ലേ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിൽ നമ്മൾ അരച്ച് കലക്കി കുടിക്കുന്ന ഭാഗമാണ് നമ്മുടെ മോൾ കോൺസെപ്റ്റ്. എപ്പോഴും നമ്മൾ പറയുന്നതാണ് മോൾ കോൺസെപ്റ്റ്. നല്ല അടിപൊളിയായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും. അതെ, വെയിറ്റേജും കൂടുതലുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഒരു 3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആ 3 എണ്ണത്തിൽ 2 മീഡിയം ലെവലാണ്, ഒരു ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ഇനി ആറ്റോമിക് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ
ടോട്ടൽ 2 ക്വസ്റ്റ്യൻ ആണ്. രണ്ടും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു. പിന്നെ ഗേഷ്യസ് സ്റ്റേറ്റ് ഉണ്ട്. ഗേഷ്യസ് സ്റ്റേറ്റിൽ നിന്ന് ടോട്ടൽ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 1 ഈസിയും 2 മീഡിയം ലെവലും ആണ്. ഓക്കെ. പിന്നെ നമ്മുടെ തെർമോ കെമിസ്ട്രിയുടെ ഭാഗം നമ്മൾ നോക്കേണ്ട അതില്ലായിരുന്നു, അതൊന്നും വന്നിട്ടില്ല. പിന്നെ കെമിക്കൽ ഇക്വിലിബ്രിയം, അയോണിക് ഇക്വിലിബ്രിയം നോക്കുമ്പോൾ അയോണിക് ഇക്വിലിബ്രിയം നമ്മളൊക്കെ നന്നായിട്ട് അതൊന്നും ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലെ. പക്ഷെ നിങ്ങളൊക്കെ പഠിച്ചിട്ട് പോയിട്ടുള്ള ഒരു ഭാഗമായിരിക്കും, പക്ഷെ അതിന് ചോദ്യങ്ങൾ വന്നിട്ടില്ല. പക്ഷെ കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ നിന്ന് 3 ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. 1 ഈസി ആയിരുന്നു, 1 മീഡിയം ആയിരുന്നു, പിന്നെ 1 കുറച്ച് ഡിഫിക്കൽട്ട് ലെവലിലുള്ള ക്വസ്റ്റ്യനും ആയിരുന്നു. ഓക്കെ. അപ്പൊ എന്താണെങ്കിലും പിന്നെ നമ്മുടെ റിഡോക്സ് റിയാക്ഷൻസ് ആണ്. റിഡോക്സ് റിയാക്ഷൻസ് നിന്ന് 1 ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. അത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. യെസ്. ഇനി അടുത്തത് നമ്മുടെ ലിക്വിഡ് സൊല്യൂഷൻസ് ആണ്. സോ ലിക്വിഡ് സൊല്യൂഷൻസ് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് മിസ് ലിക്വിഡ് സൊല്യൂഷൻസിൽ മോഡറേറ്റ് ലെവൽ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അതിനകത്ത് ഒത്തിരി കഷ്ടപ്പാടുള്ള ക്വസ്റ്റ്യൻ അല്ല. ആ 2 ക്വസ്റ്റ്യനും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള കോൺസെപ്റ്റിൽ നിന്ന് ഡയറക്റ്റ് ഉള്ള ചോദ്യമായിരുന്നു. അതുകൊണ്ട് അതിൽ വലിയ കഷ്ടപ്പാടില്ല. ടോട്ടൽ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഭാഗത്ത് നിങ്ങൾക്കറിയാമല്ലോ, ഇലക്ട്രോ കെമിസ്ട്രി മക്കൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അത്യാവശ്യം നല്ല വെയിറ്റേജും വരുന്ന ഒരു ടോപ്പിക്കാണ്. അതിനകത്തുനിന്ന് 2 ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മക്കളെ, അനാലിസിസിൽ മോഡറേറ്റ് ലെവലിൽ കിടക്കുന്ന ടോപ്പിക്കുകളെല്ലാം നോക്കിക്കേ. ലിക്വിഡ് സൊല്യൂഷനും ഇലക്ട്രോ കെമിസ്ട്രിയും ഒക്കെ തന്നെയാണ്. ഇത് നമ്മൾ പഠിക്കുന്ന സമയത്ത് അത്യാവശ്യം പ്രോമിനൻസ് ഒക്കെ കൊടുത്ത് പഠിച്ചൊരു ടോപ്പിക്കാണ് കേട്ടോ. ഇനി കെമിക്കൽ കൈനറ്റിക്സിൽ വന്നപ്പോഴത്തേനും കെമിക്കൽ കൈനറ്റിക്സിന് 3 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അത് 3 എങ്ങനെയാണ്? ഈസി ഉണ്ട്, ഡിഫിക്കൽട്ട് ഉണ്ട്, മോഡറേറ്റ് ലെവൽ ഉണ്ട്. ഇപ്പൊ ഡിഫിക്കൽട്ട് എന്ന് പറയുമ്പോൾ അത്രയും ഭയങ്കര ഡിഫിക്കൽട്ട് ചോദ്യമൊന്നും ആയിരിക്കില്ല. പക്ഷെ അതിൽ എന്തുണ്ടായിരിക്കും, കുറച്ച് കാൽക്കുലേഷൻ പാർട്ടാണ് കുറച്ച് കൂടുതലായിരുന്നു. ആ കാൽക്കുലേഷൻ പാർട്ടാണ് നിങ്ങൾക്ക് കുറച്ച് കുഴപ്പിക്കുന്നുണ്ടാവുക. എന്നാലും കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. പിന്നെ സർഫസ് കെമിസ്ട്രി നമുക്ക് അറിയാം, ആ ഭാഗം നമുക്ക് പഠിക്കാനേ ഇല്ലായിരുന്നു. പിന്നെ നമുക്ക് ടോട്ടൽ ആയിട്ട് വരികയാണെങ്കിൽ ടോട്ടൽ ഈസി ക്വസ്റ്റ്യൻസ് ഫിസിക്കൽ കെമിസ്ട്രി 7 ക്വസ്റ്റ്യൻസ് ഈസി ആയിരുന്നു, 10 ക്വസ്റ്റ്യൻസ് ഒരു മീഡിയം ലെവലിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് 2 ഉണ്ടായിരുന്നു. 2 ഡിഫിക്കൽട്ട് 19 ക്വസ്റ്റ്യൻസ് ഫിസിക്കലിൽ മാത്രം വന്നിട്ടുണ്ട്. ടോട്ടൽ ഒരു 19 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഫിസിക്കലിൽ നിന്ന് വന്നിട്ടുള്ളത്. ഓർഗാനിക് നമുക്ക് 16 ക്വസ്റ്റ്യൻസ് തന്നെ ഉള്ളൂ. ഇനോർഗാനിക്കിലോട്ട് വരുമ്പോഴത്തേനും നമുക്ക് 15 ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പൊ ശരിക്കും വെയിറ്റേജ് ഫിസിക്കലിന് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇത്തവണ എനിക്ക് തോന്നുന്നത് ഫിസിക്കലിൽ ന്യൂമറിക്കൽ അതെ +1 വന്നിട്ടുണ്ട്. ഇച്ചിരി ന്യൂമറിക്കൽസിന്റെ പ്രശ്നം ഒക്കെ ഉണ്ടായിട്ടുണ്ടോ, പക്ഷെ അതെല്ലാം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഒന്നും തന്നെ അങ്ങനെ നിങ്ങൾക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടില്ല. കുറച്ച് കാൽക്കുലേഷൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഫിസിക്കലിൽ. അപ്പാർട്ട് ഫ്രം ദാറ്റ് എനിക്ക് തോന്നുന്നത് വലിയ കുഴപ്പമില്ല. എല്ലാ ക്വസ്റ്റ്യൻസും ആൻസറബിൾ ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അനാലിസിസ് പെർസെന്റേജ് വൈസ് നോക്കുമ്പോൾ കണ്ടോ, ഇവിടെ 12th 11th തമ്മിൽ വലിയ വേരിയേഷൻ പറയാനില്ല കേട്ടോ. ഒപ്പം തന്നെ +1 എല്ലാ പോർഷൻസിനും വെയിറ്റേജ് കൂടുന്ന രീതിയിൽ തന്നെയാണ് ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് നമ്മുടെ +1 നിന്നാണ് അല്ലെ. 67% +1 നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്നാലും +1 +2 കട്ടയ്ക്ക് തന്നെ നിൽക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഒരു കെമിസ്ട്രിയുടെ ഒരു ഓവറോൾ അനാലിസിസ് വരുന്നത്. അപ്പം മക്കളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് കെമിസ്ട്രി പേപ്പർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ സ്കോർ എത്രയാണ്, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന സ്കോർ എത്രയാണെന്ന് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടിപൊളിയായിട്ട് എക്സാം ഒക്കെ എഴുതാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ നല്ല സ്കോർ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ നല്ല സ്കോർ നിങ്ങൾക്ക് കിട്ടട്ടെ. കെമിസ്ട്രിയിൽ മാത്രമല്ല ഓവറോൾ നിങ്ങൾക്ക് നല്ല സ്കോർ കിട്ടട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന മെഡിക്കൽ കോളേജിൽ നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഇത്തവണ വന്നിട്ടുണ്ടായിരുന്നേ. പക്ഷെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അടിപൊളിയായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കോർ ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും. നിങ്ങളുടെ കെമിസ്ട്രിയുടെ സ്കോറുകൾ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര മാർക്സ് ടോട്ടൽ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ നല്ല ടോപ്പ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് കയറാൻ പറ്റട്ടെ. അത്രയും എളുപ്പമായിരുന്നു ഇത്തവണ ഓവറോൾ ക്വസ്റ്റ്യൻസ്. കെമിസ്ട്രി ഒഴികെ ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഈസിലി ആൻസറബിൾ ആണ്. കെമിസ്ട്രി 2 ഈസി എന്ന് ഞങ്ങൾ പറയുന്നില്ല. കെമിസ്ട്രി മോഡറേറ്റ് ലെവൽ സ്റ്റാൻഡേർഡും ആയിരുന്നു. സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് അല്ലേ മിസ്? അതെ. അപ്പൊ എന്താണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടട്ടെ. അപ്പോൾ എന്തായാലും മക്കളെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.